നമസ്കാരം. ന്യൂയോർക്കിൽ JFK അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനായി ഒരുങ്ങുകയായിരുന്ന ലാസ് വെഗാസിൽ നിന്നും വന്ന ജെറ്റ് ബ്ലൂ ഫ്ലൈറ്റ് 948 വിമാനം സാധാരണ ലാൻഡിംഗ് ആയിരിക്കുമെന്നാണ് പൈലറ്റുമാർ കരുതിയതെങ്കിലും കോക്പിറ്റിലെ റഡാറിൽ പെട്ടെന്നൊരു അപ്രതീക്ഷിത സിഗ്നൽ തെളിഞ്ഞു. വിമാനത്തിന് തൊട്ടു മുന്നിലായി അജ്ഞാതമായ ഒരു വസ്തു ഏകദേശം 3000 അടി ഉയരത്തിൽ വെച്ച ആ കൂറ്റൻ എയർബസ് വിമാനത്തിൽ ഒരു ഡ്രോൺ ഇടിച്ചു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. അവിടെ മാത്രം ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ. വിമാനത്തിന് നേരെ ഡ്രോൺ ഇടിച്ച അതേ ദിവസം തന്നെ അതേ മേഖലയിൽ വെച്ച ഒരു ഹെലികോപ്റ്റർ ഒരു മോഡൽ വിമാനവുമായി കൂട്ടിയിടിക്കാൻ സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ആകാശത്ത് നിരോധനം നിലനിൽക്കെ എങ്ങനെയാണ് ഒരു ഡ്രോൺ അവിടെ എത്തിയത്? ആ നിമിഷം വിമാനത്തിനുള്ളിൽ ശ്വാസം അടക്കി പിടിച്ച യാത്രക്കാരുടെ അവസ്ഥ എന്തായിരുന്നു? ആകാശത്ത് വിമാനങ്ങൾക്ക് നേരെ ഉയരുന്ന ഈ അജ്ഞാത ഭീഷണിക്ക് പിന്നിൽ ആരാണ്? നമുക്ക് ഇവ ഓരോന്നും വിശദമായി തന്നെ പരിശോധിക്കാം. ഇത്രയും വലിയൊരു യന്ത്രം നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് അടി മുകളിലൂടെ പറക്കുമ്പോൾ അവിടെ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട ഒരു ചെറിയ ഡ്രോൺ പൈലറ്റിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത് എങ്ങനെയാണ്? ചിന്തിച്ചു നോക്കൂ. വിമാനത്തിനുള്ളിലെ യാത്രക്കാരുടെ അവസ്ഥ അപ്പോൾ എന്തായിരിക്കും? ബഹുഭൂരിപക്ഷം യാത്രക്കാരും ലാൻഡിങ്ങിനായി സീറ്റ് ബെൽറ്റ് മുറുക്കി വിൻഡോ സീറ്റിലൂടെ താഴെ കാണുന്ന നഗരത്തിന്റെ വെളിച്ചം നോക്കി ചിലപ്പോൾ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഒരു വലിയ കുലുക്കം അല്ലെങ്കിൽ പൈലറ്റിന്റെ ശബ്ദത്തിലെ ചെറിയൊരു മാറ്റം പോലും അവരെ ഭയപ്പെടുത്താൻ ധാരാളമാണ്. ഡ്രോൺ വിമാനത്തിന് തൊട്ടടുത്തെത്തിയ ആ നിമിഷം ഒരു പക്ഷേ ആ യാത്രക്കാർ ഇതറിഞ്ഞിട്ട് പോലും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരല്പം കൂടുതൽ അടുത്തു പോയിരുന്നുവെങ്കിൽ ഒരു വിമാനത്തിന്റെ ടർബൈൻ എഞ്ചിനിലേക്ക് ആ ഡ്രോൺ വലിച്ചെടുക്കപ്പെട്ടതിന് ചിലപ്പോൾ അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? വെറും 1 കിലോയോളം മാത്രം ഭാരമുള്ള ചെറിയൊരു ഡ്രോൺ ടൺ കണക്കിന് ഭാരമുള്ള ഒരു വിമാനത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യാൻ കഴിയുമോ? പലരും കരുതുന്നത് ഇതൊരു ചെറിയ പറക്കുന്ന കളിപ്പാട്ടം പോലെയാണ് എന്നാണ്. എന്നാൽ ആകാശത്ത് വെച്ച ഇവ ഒരു ഭീകരായുധം തന്നെയാണ്. പക്ഷികളെ വിമാനം ഇടിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇതിനെ നമ്മൾ ബേർഡ് സ്ട്രൈക്ക് എന്നാണ് വിളിക്കുന്നത്. ഒരു പക്ഷിയും ഒരു ഡ്രോണും തമ്മിൽ പക്ഷെ വലിയൊരു വ്യത്യാസമുണ്ട്. പക്ഷി എന്നത് ജൈവവസ്തുവാണ്. അത് വിമാനത്തിൽ തട്ടിയാൽ ശരീരഭാഗങ്ങൾ ചിതറിപ്പോകും. എന്നാൽ ഡ്രോൺ അങ്ങനെയാണോ? അങ്ങനെയല്ല. ഡ്രോണുകളുടെ ഹൃദയം അതിൻ്റെ ബാറ്ററിയാണ്. ഒരു വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് ഈ ബാറ്ററി ഇടിച്ച് കയറിയാൽ അത് എഞ്ചിനുള്ളിൽ വെച്ച് പൊട്ടിത്തെറിക്കാനും തീപിടുത്തം ഉണ്ടാകാനും സാധ്യതയുണ്ട്. എഞ്ചിൻ പൂർണ്ണമായി പ്രവർത്തനരഹിതമാകാൻ ഇത് മതിയാകും. മാത്രമല്ല മിക്ക ഡ്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ ഉറപ്പുള്ള കാർബൺ ഫൈബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ്. ഇതാണെങ്കിൽ വിമാനത്തിന്റെ വിൻഷീൽഡിൽ തട്ടിയാൽ അത് ഗ്ലാസ് തകർക്കാൻ മാത്രം ശക്തിയുള്ളതാണ്. 300 കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന വിമാനത്തിന് നേരെ വരുന്ന ഒരു ചെറിയ ഡ്രോൺ ഒരു വെടിയുണ്ടയ്ക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. ഇതിലെ മോട്ടോറുകളും ലോഹഭാഗങ്ങളും വിമാനത്തിന്റെ ചിറകിലോ കൺട്രോൾ സർഫേസുകളിലോ തട്ടിയാൽ തന്നെ വിമാനത്തിന്റെ സന്തുലിതാവസ്ഥ തന്നെ തകിടം മറിഞ്ഞേക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പല പഠനങ്ങളും പറയുന്നത് ഒരു വിമാനത്തിന്റെ എഞ്ചിൻ പമ്പ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സമ്മർദ്ദം ഇത്തരം അപ്രതീക്ഷിതമായ കൂട്ടിയിടികൾ ഉണ്ടാക്കുന്നുവെന്ന്. ലാൻഡിങ്ങിന്റെ സമയത്ത് വിമാനം ഏറ്റവും കുറഞ്ഞ വേഗതയിലായിരിക്കും. അപ്പോൾ ഇത്തരം ഒരു ചെറിയ കൂട്ടിയിടി പോലും വിമാനത്തിന്റെ ബാലൻസ് തെറ്റിക്കാനും അത് റൺവേയിൽ നിന്ന് തിന്നി മാറാനും കാരണമാകും. അതായത് ഒരു പക്ഷി ഒരു കല്ല് പോലെയാണെങ്കിൽ ഒരു ഡ്രോൺ എന്നത് വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് വലിച്ചെറിയുന്ന ഒരു മെറ്റൽ ബോംബ് പോലെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരാം, ഇത്രയും വലിയ അപകട സാധ്യതയുള്ളപ്പോൾ എന്തുകൊണ്ട് ഡ്രോൺ പറത്തുന്നവർക്ക് ഇതൊരു വലിയ കാര്യമായി തോന്നുന്നില്ല? നിയമം അവർക്ക് അറിയില്ലേ? ലോകത്തെ എല്ലാ വിമാനത്താവളങ്ങൾക്ക് ചുറ്റും കൃത്യമായ ഒരു നോ ഫ്ലൈ സോൺ ഉണ്ട്. അതായത്
വിമാനത്താവളത്തിന്റെ റൺവേയിൽ നിന്ന് നിശ്ചിത കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോണുകളോ മറ്റ് അജ്ഞാത വസ്തുക്കളോ പറത്തുന്നത് കുറ്റകരമാണ്. FAA പോലുള്ള ഏജൻസികൾ ഇത് വളരെ കർശനമായി നിരീക്ഷിക്കാറുമുണ്ട്. മിക്ക ഡ്രോണുകളുടെയും സോഫ്റ്റ്വെയറിൽ തന്നെ GPS അധിഷ്ഠിതമായി ഇത്തരം പ്രദേശങ്ങളിൽ പറക്കാൻ കഴിയാത്ത രീതിയിൽ ലോക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർ അവിടെ ഡ്രോൺ എത്തിക്കുന്നത്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. അതിൽ ഒരെണ്ണം നിയമവിരുദ്ധമായിട്ടാണ്. അത്തരക്കാർ ചെയ്യുന്നത് സോഫ്റ്റ്വെയറിലെ സുരക്ഷാ ലോക്കുകൾ മാനുവലായി ബൈപ്പാസ് ചെയ്യുകയാണ്. ഇത് നിയമവിരുദ്ധമാണ്. പിന്നെ മറ്റൊരു കൂട്ടർ ആകട്ടെ അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അതായത് കൗതുകത്തിന് വേണ്ടി മാത്രം ഡ്രോൺ പറത്തുന്നവർക്ക് പലപ്പോഴും അത് വിമാനത്തിന്റെ സുരക്ഷയെ എത്രമാത്രം ബാധിക്കുമെന്ന് കൃത്യമായി അറിയില്ല എന്നതാണ് വസ്തുത. ഇനി ഇതിന്റെ ശിക്ഷാ നടപടികൾ കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. കാരണം ഇതൊരു സാധാരണ നിയമലംഘനമല്ല. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപ പിഴ ലഭിക്കാം. വിമാനത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കി എന്ന കുറ്റത്തിന് വർഷങ്ങളോളം ജയിലിൽ ശിക്ഷ ലഭിക്കാം. ഡ്രോൺ മാത്രമല്ല, അത് നിയന്ത്രിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും അധികൃതർ പിടിച്ചെടുക്കും. പക്ഷേ ഇത്രയും കർശനമായ നിയമങ്ങൾ ഉണ്ടായിട്ടും ആകാശത്ത് ഇത്തരം അതിക്രമങ്ങൾ കൂടിക്കൊണ്ട് വരികയാണല്ലോ. അപ്പൊ നിയമത്തെക്കാൾ അപ്പുറം ഒരു ഡ്രോൺ പറത്തുമ്പോൾ അത് മറ്റൊരു മനുഷ്യന്റെ ജീവനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന ബോധമാണ് ഓരോ ഓപ്പറേറ്റർക്കും ഉണ്ടാകേണ്ടത്. ന്യൂയോർക്കിലെ ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ലോകമെമ്പാടുമുള്ള വലിയ വിമാനത്താവളങ്ങളെല്ലാം ഇപ്പോൾ ഇത്തരം ഡ്രോൺ ആക്രമണങ്ങളുടെ നിഴലിലാണ്. ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ നടന്ന സംഭവം ഓർമ്മയില്ലേ? ആഴ്ചകളോളം വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കിയ ആ ഡ്രോൺ ഭീഷണി ലോകം ഇന്നും ഭയത്തോടെയാണ് ഓർക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം ആവർത്തിക്കപ്പെടുന്നത്? ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് കണക്കാക്കാം. അതിലൊന്ന്, ഭൂരിഭാഗം സംഭവങ്ങളും ഡ്രോൺ ഉടമകളുടെ അമിതമായ ആവേശം മൂലമാണ് നടക്കുന്നത്. നല്ലൊരു ഏരിയൽ ഷോട്ട് എടുക്കാനുള്ള തിടുക്കത്തിൽ വിമാനം ലാൻഡ് ചെയ്യുന്നത് പോലും അവർ ശ്രദ്ധിക്കാറില്ല. അവർക്ക് അപകടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. രണ്ടാമതായി, ബോധപൂർവമായ ആക്രമണങ്ങൾ. ഇവിടെയാണ് കാര്യങ്ങൾ ഭീകരമാകുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ച വിമാനങ്ങളെ തകർക്കാൻ സാധിക്കുമെന്ന് പല തീവ്രവാദ സംഘടനകളും ഇതിനകം തിരിച്ചറിഞ്ഞതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ലോ കോസ്റ്റ് യുദ്ധതന്ത്രമായി ഡ്രോണുകൾ മാറുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. വിമാനത്താവളങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെ കബളിപ്പിച്ചു വിമാനത്തെ ലക്ഷ്യം വെക്കുക എന്നത് ശത്രു രാജ്യങ്ങൾക്കോ സംഘടനകൾക്കോ വളരെ എളുപ്പമാണ്. ഇതൊരു സുരക്ഷാ നിരീക്ഷണം കൂടിയാകാം. വിമാനത്താവളത്തിന്റെ തന്ത്രപ്രധാനമായ ഏരിയകളിൽ ഡ്രോൺ പറത്തി അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കാറുണ്ടത്രേ. അതായത് നമ്മൾ കാണുന്ന ഈ ചെറിയ ഡ്രോണുകൾ നാളെ ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു ഭീഷണിയുടെ മുന്നോടിയാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നമ്മൾ ഈ ഡ്രോണുകളെ ഭയന്ന് ആകാശയാത്രകൾ നിർത്തണോ? തീർച്ചയായും വേണ്ട. പക്ഷേ വിമാനത്താവളങ്ങൾ കൂടുതൽ സ്മാർട്ട് ആകേണ്ടതുണ്ട്. ഇപ്പോൾ ലോകത്തെ മുൻനിര വിമാനത്താവളങ്ങൾ ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റംസ് വിന്യസിച്ചിട്ടുണ്ട്. റഡാറുകൾ, റേഡിയോ ഫ്രീക്വൻസി സെൻസറുകൾ, കൂടാതെ തെർമൽ ക്യാമറകൾ എന്നിവ ഉപയോഗിച്ച വിമാനത്താവളത്തിന് ചുറ്റും പറക്കുന്ന ഒരു കൊച്ചു ഡ്രോണിനെ പോലും കണ്ടെത്താൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ചിലയിടങ്ങളിൽ ഡ്രോണുകളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന സിഗ്നലുകളെ ജാം ചെയ്യുന്ന ആന്റി ഡ്രോൺ ഗണ്ണുകളും പരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യ മാത്രം പോരാ, നമ്മളിലെ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ട്. നിയമങ്ങളെ മാനിക്കാനും നമ്മുടെ വിനോദം മറ്റൊരാളുടെ ജീവന് ഭീഷണിയാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും ഓരോ ഡ്രോൺ ഉടമയും തയ്യാറാകേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. വിമാനത്താവളങ്ങൾക്ക് മുകളിൽ ഡ്രോൺ പറത്തുന്നവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കേണ്ടതെന്നാണ് നിങ്ങൾ കരുതുന്നത്? കേവലം ഒരു പിഴ ശിക്ഷ മതിയോ? അതോ കടുത്ത ജയിൽ ശിക്ഷ തന്നെ വേണോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ പ്ലീസ് ഷെയർ. ഇതുപോലുള്ള ഗൗരവപരമായ വിഷയങ്ങൾ ഇനിയും അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ.